ആയിട്ട് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 26-42. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദാവീദ് പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വേറെ വേർഷനിൽ ഇങ്ങനെ പറയുന്നത്, പിന്നെ യേശു അവരെ രണ്ടാമതും വിട്ട്, എന്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം എടുത്തു കളയാൻ കഴിയില്ലെങ്കിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശു കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് ശരിക്കും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു കർത്താവിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പല ഇടങ്ങളിൽ ബൈബിളിൽ കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇതെന്ന് പറയുന്നത് യേശു കർത്താവ് അറസ്റ്റിലാകുന്നതിന് മുൻപുള്ള ഒരു അവസാന ടൈമില്, ഗെത്സമന തോട്ടത്തിൽ താൻ സ്പെൻഡ് ചെയ്ത ആ ടൈമില്, അതായത് യെരൂശലേമിൽ നിന്ന് കിദ്രോൻ താഴ്വരയ്ക്കൊക്കെ എതിർവശത്തായിട്ട് ഒലിവുമലയുടെ ചരിവിലായിട്ട് ആ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. യേശുവിന്റെ അറസ്റ്റ് നടന്നപ്പോൾ മുതൽ ആ തോട്ടം ശരിക്കും മതിലുകളാലൊക്കെ ചുറ്റപ്പെട്ട ഒരു ഒലീവ് തോട്ടമായിരുന്നു. ഇങ്ങനെ പറയപ്പെടുന്നത് എനിക്കറിയത്തില്ല. യേശുവിന്റെ ഒരു ധനികനായ ഒരു അനുയായിയുടെ ഉടമസ്ഥയിലുള്ള ഒരു തോട്ടമായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരൊക്കെയും അവിടെ പോയി ഇങ്ങനെ യെരൂശലേമിൽ അവരായിരുന്നപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം അതിന് അനുവദിച്ചു എന്നൊക്കെയും പറയുന്നുണ്ട്, പണ്ഡിതന്മാര് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. അപ്പൊ എന്ത് തന്നെയായാലും തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന തീവ്രതയുള്ള കാര്യങ്ങളെ കർത്താവ് കണ്ടതുകൊണ്ടും കർത്താവ് അനുഭവിച്ചത് കൊണ്ടും ആയിരിക്കാം താൻ പതുപോലെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പരിചിതമായ ഒരു സ്ഥലം താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? സ്തോത്ര, ഹല്ലേലൂയ. മാനവരാശിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഹല്ലേലൂയ. എന്നേക്കും കർത്താവിനോടൊപ്പം ജീവിക്കാൻ പോകുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ മേൽ ചുമത്തപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ചുമത്തപ്പെട്ട പാപങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. അതിനൊറ്റയ്ക്ക് സഹിക്കുവാൻ താൻ കഷ്ടപ്പെടാൻ പോകുമ്പോൾ തനിക്ക് ദൈവം കൃപ തരേണ്ടതിനു വേണ്ടി താൻ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പിതാവിന്റെ ആ ശിക്ഷ താൻ സഹിക്കുന്നതിന് മുൻപ് തന്റെ പിതാവിനോടൊപ്പം സമയം ചിലവഴിക്കാൻ കർത്താവിന് ഒരു സ്ഥലം ആവശ്യമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, യൂദാസ് ഇസ്കറിയാത്ത് താൻ ഇല്ലാതെ, താൻ ഒഴികെയുള്ള എല്ലാ ശിഷ്യന്മാരും കർത്താവിനോടൊപ്പം ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയി. പക്ഷേ കർത്താവിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവർ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. അവർ ഉണർന്നിരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. താൻ ഏകനായി, സത്യത്തിൽ ഏകനായിട്ടാണ് കർത്താവ് അവിടെ പ്രാർത്ഥിപ്പാൻ സമയം ചെലവഴിച്ചത്. ഒരു പ്രാർത്ഥനയുടെ ഒരു വല്ലാത്തൊരു പോരാട്ടത്തിലായിരുന്നു ദൈവം. ഹല്ലേലൂയ. 3 മണിക്കൂർ, ഏകദേശം ഒരു 3 മണിക്കൂർ നീണ്ടു നിന്ന ആ പ്രാർത്ഥനാ സെക്ഷനിൽ 3 തവണ കർത്താവ് കാവൽക്കാരുടെ അടുക്കിലേക്ക് മടങ്ങാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. സ്തോത്രം, സ്തോത്രം. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്റെ കൂടെ ഇരുന്ന കാവൽക്കാരെന്ന് പറയുന്നത് തന്റെ ശിഷ്യന്മാർ, വാച്ചേഴ്സ് എന്ന് വേണേൽ പറയാം, കൂടെ ഇരുന്ന് അവർ ഉറങ്ങുമ്പോൾ, സ്തോത്രം, 3 തവണ അവരോട് പറഞ്ഞിട്ടും അവർക്ക് ഉറക്കം ഇളച്ചിരിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ കർത്താവ് തനിയെ പ്രാർത്ഥിക്കുമ്പോൾ താൻ പിതാവിനോട് പറഞ്ഞതായ ചില വാചകങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, യേശു ഭൂമിയിലായിരുന്നപ്പോൾ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയുന്നവന് തന്റെ ഉച്ചത്തിലുള്ള നിലവിളിയോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അപ്പോൾ തന്നെ ലൂക്കോസുവിശേഷം 22-ന്റെ-44 ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം പ്രാർത്ഥിക്കുന്ന ആ ഒരു ടൈമിനെ കുറിച്ച് ലൂക്കോസിനെ കുറച്ചുകൂടി വ്യക്തമായിട്ടോടെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ആത്മാവിന്റെ അതിവേദനയായിരുന്നു. അവന്റെ വിയർപ്പ് വലിയ രക്തത്തുള്ളികൾ പോലെ വീണു. അത്രമാത്രം വേദനയിലുള്ള ഒരു പ്രാർത്ഥനയുടെ പോരാട്ടം കർത്താവാണ് കഴിച്ചത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പിതാവിനോട് താൻ ഈ കഷ്ടതയുടെ പാനപാത്രം തന്നിൽ നിന്ന് എടുക്കാൻ അപേക്ഷിക്കുക ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ കർത്താവിന് അറിയാമായിരുന്നു ഇത് ദൈവത്തിന്റെ വലിയൊരു രക്ഷാ പദ്ധതി നിറവേറ്റുവാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അതിനുള്ള ഒരു അവസരമാണ് എന്ന് യേശു കർത്താവിന് അറിയാം. എന്നാൽ പോലും യേശു കർത്താവ് പ്രാർത്ഥിച്ചു പിതാവിനോട്, പിതാവേ, ഈ രക്ഷാ പദ്ധതി നിറവേറ്റുവാൻ അങ്ങയുടെ കരങ്ങളിൽ വേറെ എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ, ഇല്ല എങ്കിൽ അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ കഷ്ടതയുടെ പാനപാത്രം നീക്കാൻ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ നീക്ക്, ഇല്ല എങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ.
ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ വളരെ 2-3 പോയിന്റ്സ് ദൈവസന്നിധിയിൽ നിങ്ങളുമായിട്ട് ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കർത്താവിന് ആവശ്യമായിരുന്നത് പിതാവിന്റെ ഉത്തരമാണ്, തന്റെ ഇഷ്ടമായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാ പറഞ്ഞ പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. നമ്മളൊക്കെയും പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടം നടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ആ മണിക്കൂറുകളിലെ പ്രാർത്ഥനയില് പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 3 സത്യങ്ങളെ കർത്താവ് അവിടെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തെ നമുക്ക് നേരിടാൻ ആവശ്യമാകുന്ന ധൈര്യവും ബലവും ശക്തിയൊക്കെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ദൈവത്തിൽ ചെലവഴിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകി തരും. കർത്താവിന് ആ സമയം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയമായിരുന്നു. തനിക്ക് അത്ര പ്രാണവേദനയിലായി, വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളി പോലെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ അവിടെ തന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ചു. ദൂതന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിൽ നാം സമയം ചെലവഴിക്കാൻ തയ്യാറാകുമ്പോൾ നാം വിശ്വസിക്കണം, നമ്മൾ തനിയല്ല. നമ്മൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിയില്ലേ പോലും കർത്താവിന്റെ ദൂതന ദൈവം ഇറക്കും. കാരണം നമ്മൾ ആത്മാർത്ഥമായ ദിവസത്തിൽ ഇരിക്കുന്നുവെങ്കിൽ നമ്മളെ ശക്തിപ്പെടുത്തും ദൈവം, നമ്മളെ ധൈര്യപ്പെടുത്തും ദൈവം, നമ്മളെ ആശ്വസിപ്പിക്കും ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ട ജ്ഞാനം തരും. നമ്മൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം നോക്കിയേ, കർത്താവ് ആ പ്രാർത്ഥന പഠിച്ചു. പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്ന് പറയുമ്പോൾ സത്യത്തിൽ പിതാവ് നൽകിയത് യേശുവിന്റെ ഇഷ്ടമായിരുന്നില്ല. സത്യത്തിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് മാത്രം നമ്മളെടുത്ത് ചിന്തിക്കുമ്പോൾ നോ എന്നൊരു ആൻസർ ആ പിതാവോട് കൊടുത്തത്. ചില സമയങ്ങളിൽ ദൈവം ഇതുപോലെ നമ്മളോടും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ നോ എന്നൊരു മറുപടി കർത്താവ് തരാറുണ്ട്. എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ തയ്യാറാണോ എന്നുള്ളത് പ്രസക്തമായൊരു കാര്യമാണ്. സ്തോത്രം. നോ എന്ന് ദൈവം പറയുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യുവാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നാം ചെയ്യേണ്ടത് മൂന്നാമത്തെ പോയിന്റ്, പിതാവേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ, കർത്താവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. സ്തോത്രം. അതായിരിക്കണം ദൈവവുമായിട്ടുള്ള നമ്മുടെ ഓരോ സംഭാഷണവും. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തക്കവണ്ണമുള്ളതായിരിക്കണം. സ്തോത്രം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. സ്തോത്രം. ഗെത്സമനയിലെ യേശുവിന്റെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു പ്രാർത്ഥനയെക്കാളും അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ആവശ്യത്തെക്കാളും ദൈവമാണ് നമുക്ക് വലിയവൻ, ദൈവമാണ് എനിക്ക് ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവ പദ്ധതി പ്രകാരം മുന്നോട്ട് പോകുവാൻ, ആത്യന്തികമായിട്ടുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടത്തിയെടുക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കും. അതൊരിക്കലും പരാജയമായിരിക്കത്തില്ല. അതൊരിക്കലും ഒരു എന്താ പറയാ, സ്തോത്രം, നഷ്ടമായിരിക്കത്തില്ല. വലിയ ലാഭത്തിലോട്ട് കർത്താവ് നമ്മെ കൊണ്ടുവരാൻ തക്കണം ഇടയായിത്തീരും. അവിടെ ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കും. ഒന്നാമത്തെ കാര്യം, ഏത് സാഹചര്യങ്ങളും ദൈവത്തോട് സംസാരിക്കാൻ നാം തിരഞ്ഞെടുക്കുക. രണ്ടാമത്, ദൈവം നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. 3, ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം, കർത്താവിന്റെ ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടിയിട്ടാകട്ടെ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും. സ്തോത്രം. നമ്മുടെ ഇഷ്ടങ്ങളെ വാശിയോടെ ദിവസേന പിടിച്ചു വാങ്ങുന്നതിന് ആയിരിക്കരുത്. ഹല്ലേലൂയ. വാശിയുള്ള പ്രാർത്ഥനകളൊക്കെ ആവശ്യമുണ്ട്. അതിന് ദൈവം പറഞ്ഞ പ്രോമിസുകളെ, നന്മകളെയൊക്കെ പിശാച് തടയാതെ വണ്ണം പ്രാർത്ഥിച്ച് നേടേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ കർത്താവേ എന്റെ ഇഷ്ടം മതി കർത്താവേ എന്നുള്ള പ്രാർത്ഥനകളെ മാറ്റിയിട്ട് പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കാരണം ആ ഇഷ്ടമായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരിക. ഹല്ലേലൂയ. മറ്റിഷ്ടങ്ങളൊക്കെ പലപ്പോഴും ദൈവം അനുവദിക്കുന്നതായിരിക്കും, പക്ഷെ അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മൾ ചിന്തിക്കുന്നതിലേക്ക് അപ്പുറമായിരിക്കും. എന്നാൽ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും, സമാധാനപരമായിരിക്കും, സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളെയും ദിവസത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും